ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് 2010-ലാണ്. 2010 യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഈ യൂട്യൂബ് എന്തിനാണെന്നോ അതിനിങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നോ അതല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടുമെന്നോ ഒന്നും വിചാരിച്ചല്ല തുടങ്ങിയത്. പുതിയൊരു ആപ്പ് വരുമ്പോഴത്തേക്ക് എല്ലാവരും തുടങ്ങുന്നു, എന്താണെന്ന് അറിയാൻ വേദ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ് യൂട്യൂബ്. സോ യൂട്യൂബ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ കൈ കിട്ടുന്ന വീഡിയോസ് എല്ലാം ഇടുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഓരോ ദിവസം കഴിയുമ്പോഴും യൂട്യൂബ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വന്നത്. പിന്നെ ഈ വീഡിയോസൊക്കെ ഇടുന്നത് നിർത്തി. പിന്നെ കൊറോണ സമയപ്പോഴൊക്കെയാണ് ഏതോ ഒരു വീഡിയോയിൽ സുജിത് ഭക്തൻ പറയുന്നുണ്ട് പുള്ളി 2008-ലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന്. അതുപോലെ കൊറോണ സമയത്ത് ഒരുപാട് പുതിയ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങി. അവരൊക്കെ നല്ല മില്യൺസ് വ്യൂസായി, ഒരുപാട് പൈസയൊക്കെ കിട്ടി. അപ്പോൾ ഓരോരുത്തർ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് മോട്ടിവേറ്റ് ആയിട്ട് വീണ്ടും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാറുണ്ട്. പക്ഷേ വ്യൂസ് എണ്ണം നോക്കുമ്പോഴത്തേക്ക് 100-ൽ താഴെയോ ചിലപ്പം 500-ൽ താഴെയൊക്കെ വ്യൂ വരുമ്പോഴത്തേക്ക് പയ്യെ നമ്മളങ്ങ് അണയും, വീഡിയോസൊന്നും ഇടാതാവും. കാരണം ഇത്രയും നമ്മൾ മെനക്കെട്ട് വീഡിയോസ് ഇട്ടിട്ട് ആരും കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. സോ അങ്ങനെ യൂട്യൂബിൽ ഇടാറില്ല. പക്ഷേ ഇൻസ്റ്റയിൽ അത്യാവശ്യം എനിക്കൊരു 30K ഫോളോവേഴ്സ് ഉണ്ട്. സോ പൊതുവേ ഞാൻ ഇടാറുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് UK-യിലായതുകൊണ്ട് UK-യിലെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇടാറുള്ളത്. അതുപോലെ എനിക്ക് ഡെയിലി ലൈഫിലുണ്ടാകുന്ന വള്ളികളും എൻ്റെ സുഹൃത്തുക്കൾക്കും അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന പല നിയമങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അതിലൂടെ മറ്റൊരാൾക്ക് ഇത് ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവർക്ക് ഇച്ചിരൂടെ ഒരു ഗുണമുണ്ടായിരിക്കും. അതുപോലെ ഞാൻ സോളിസിറ്ററോ അല്ലെ നിയമ ഉപദേശകനോ ഒന്നുമല്ല. സോ പ്രധാനമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുള്ളത് UK-യിലെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. സംഭവം നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് മാത്രം. പലരും നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർ പോലും പിന്നീട് അവർക്ക് അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മളെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിവോഴ്സ് കേസുകൾ, UK-യിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യമേ മലയാളികൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോഴും പറയുകയാണ്, ഞാൻ നിയമം പറഞ്ഞു കൊടുക്കുന്ന ആളല്ല, അതിന് സോളിസിറ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് സോളിസിറ്റേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായി, ചേട്ടൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ മാത്രം അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കാര്യം ഇവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുന്നതിനും ചെയ്യുന്നതിനും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ കൈ കിട്ടിയ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതും അറിയുന്നതുമായ കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് വീഡിയോയിലൂടെ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ പറയാനൊന്നും പറ്റത്തില്ല. സോ വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വള്ളികളും മറ്റു കാര്യങ്ങളുമൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് പണി കിട്ടിയവരുണ്ട്. അവർ നമ്മളോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം അത് അവരുടെ പേരോ മറ്റു ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും പറയാതെ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. സോ ദെൻ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.